ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും പഠിക്കുന്നുണ്ട്, റാങ്ക് ഫയലൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനും ഒരു റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് കെമിസ്ട്രി ആണിത്. ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. രസതന്ത്രം എന്നത് തന്മാത്രകളുടെയും അവയുടെ പരിവർത്തനങ്ങളുടെയും ശാസ്ത്രമാണ്. അത് കേവലം 100 മൂലകങ്ങളുടെ ശാസ്ത്രമല്ല, മറിച്ച് അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടാവുന്ന എണ്ണമറ്റ വൈവിധ്യമാർന്ന തന്മാത്രകളുടെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് റോൾഡ് ഹോഫ്മാൻ. രസതന്ത്രം എന്നത് തന്മാത്രകളുടെയും അവയുടെ പരിവർത്തനങ്ങളുടെയും ശാസ്ത്രമാണ്. അത് കേവലം 100 മൂലകങ്ങളുടെ ശാസ്ത്രമല്ല, മറിച്ച് അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടാവുന്ന എണ്ണമറ്റ വൈവിധ്യമാർന്ന തന്മാത്രകളുടെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ആരാണ്? റോൾഡ് ഹോഫ്മാൻ. രസതന്ത്രത്തിൻ്റെ ആദ്യകാല നാമം ആൽക്കെമി. ഇതാണ് രസതന്ത്രത്തിൻ്റെ ആദ്യകാല നാമം ആൽക്കെമി. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. ഇപ്പോൾ രസതന്ത്രത്തിൻ്റെ ആദ്യകാല നാമം ആൽക്കെമി. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ. ഇനി റോബർട്ട് ബോയിലിനെ കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1627 അയർലൻഡിലാണ്. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ബോയിൽ നിയമം ആവിഷ്കരിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തി റോബർട്ട് ബോയിലാണ്. എന്താണ്? മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തി റോബർട്ട് ബോയിലാണ്. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ്, അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന കൃതി രചിച്ചു. എന്താണ്? സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ്, അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന കൃതി രചിച്ചു. അപ്പോൾ ജനനം 1627 അയർലൻഡിൽ. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ബോയിൽ നിയമം ആവിഷ്കരിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകത്തിനാദ്യമായി നിർവചനം നൽകിയ വ്യക്തി റോബർട്ട് ബോയിലാണ്. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ്, അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന കൃതി രചിച്ചത് റോബർട്ട് ബോയിലാണ്. അപ്പോൾ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് അല്ലെങ്കിൽ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന കൃതി രചിച്ചത് റോബർട്ട് ബോയിലാണ്. ഒന്നുകൂടെ നോക്കാം. ജനനം 1627 അയർലൻഡിൽ. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ബോയിൽ നിയമം ആവിഷ്കരിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തി റോബർട്ട് ബോയിലാണ്. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് അല്ലെങ്കിൽ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന കൃതി രചിച്ചത് റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയർ. അപ്പോൾ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയർ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയർ. CE 1300-1600കളിൽ പ്രധാനമായും ആൽക്കെമിയുടെയും ഔഷധ രസതന്ത്രത്തിൻ്റെയും രൂപത്തിലാണ് രസതന്ത്രം വികാസം പ്രാപിച്ചത്. അപ്പോൾ CE 1300-1600കളിൽ പ്രധാനമായും ആൽക്കെമിയുടെയും ഔഷധ രസതന്ത്രത്തിൻ്റെയും രൂപത്തിലാണ് രസതന്ത്രം വികാസം പ്രാപിച്ചത്. 18ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ ആധുനിക രസതന്ത്രം രൂപമെടുത്തത്. എന്നാണ്? 18ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ ആധുനിക രസതന്ത്രം രൂപമെടുത്തത്. ചൈനക്കാർക്കും ഇന്ത്യക്കാർക്കും അവരവരുടേതായ ആൽക്കെമി സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. പുരാതന ഇന്ത്യയിൽ രസതന്ത്രത്തെ വിളിച്ചിരുന്ന പേരുകൾ രസായനശാസ്ത്രം അല്ലെങ്കിൽ രാസക്രിയ അല്ലെങ്കിൽ രാസവിദ്യ എന്നാണ്. അപ്പോൾ ചൈനക്കാർക്കും ഇന്ത്യക്കാർക്കും അവരവരുടേതായ ആൽക്കെമി സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. പുരാതന ഇന്ത്യയിൽ രസതന്ത്രത്തെ വിളിച്ചിരുന്ന പേരുകൾ എന്തൊക്കെയാണ്? രസായനശാസ്ത്രം അല്ലെങ്കിൽ രാസക്രിയ അല്ലെങ്കിൽ രാസവിദ്യ എന്നാണ്. ഇതിൽ ലോഹനിഷ്കർഷണം, ഔഷധം, സൗന്ദര്യ ലേപനങ്ങളുടെ നിർമ്മാണം, ഗ്ലാസ്, ചായങ്ങൾ മുതലായവ ഉൾപ്പെടുന്നു. അപ്പോൾ പുരാതന ഇന്ത്യയിലെ രസതന്ത്രത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ലോഹനിഷ്കർഷണം, ഔഷധം, സൗന്ദര്യ ലേപനങ്ങളുടെ നിർമ്മാണം, ഗ്ലാസ്, ചായങ്ങൾ മുതലായവ ഉൾപ്പെടുന്നു. UNO കെമിസ്ട്രി വർഷമായി ആചരിച്ചത് 2011 എന്നാണ്. UNO കെമിസ്ട്രി വർഷമായി ആചരിച്ചത് 2011. 1911 റേഡിയവും പൊളോണിയവും കണ്ടെത്തിയതിന് മേരി ക്യൂറിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതിൻ്റെ സ്മരണയ്ക്കാണ് 2011 കെമിസ്ട്രി വർഷമായി ആചരിച്ചത്. അപ്പോൾ UN കെമിസ്ട്രി വർഷമായി ആചരിച്ചത് 2011ലാണ്. എന്തുകൊണ്ടാണ്? 1911 റേഡിയവും പൊളോണിയവും കണ്ടെത്തിയതിന് മേരി ക്യൂറിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതിൻ്റെ സ്മരണയ്ക്കാണ് 2011 UN കെമിസ്ട്രി വർഷമായി ആചരിച്ചത്. ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക.
അതിനെ ആറ്റം എന്നറിയപ്പെടുന്നു. എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ്. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ്. ആറ്റമോസ് എന്ന പദത്തിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. എന്താണ്? ആറ്റമോസ് എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ്. ആറ്റമോസ് എന്ന പദത്തിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. അപ്പോൾ ആറ്റം കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ്. ആറ്റമോസ് എന്ന പദത്തിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ്. അപ്പോൾ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. പക്ഷെ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ. ഇനി നമുക്ക് അറ്റോമിക് സിദ്ധാന്തം നോക്കാം. അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. അപ്പോൾ അറ്റോമിക് സിദ്ധാന്തം ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും ആരാണ്? ജോൺ ഡാൾട്ടൺ. 1808 ഡാൾട്ടൺ പ്രസിദ്ധീകരിച്ച രസതന്ത്ര ദർശനത്തിലെ ഒരു പുതിയ സമ്പ്രദായം എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന പ്രസിദ്ധീകരണത്തിലാണ് അറ്റോമിക് സിദ്ധാന്തത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ 1808 ഡാൾട്ടൺ പ്രസിദ്ധീകരിച്ച രസതന്ത്ര ദർശനത്തിലെ ഒരു പുതിയ സമ്പ്രദായം അല്ലെങ്കിൽ എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന പ്രസിദ്ധീകരണത്തിലാണ് അറ്റോമിക് സിദ്ധാന്തത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റങ്ങളുടെ പുനഃക്രമീകരണം നടക്കുന്നു. എന്താണ്? രാസപ്രവർത്തന വേളയിൽ ആറ്റങ്ങളുടെ പുനഃക്രമീകരണം നടക്കുന്നു. ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. എന്താണ്? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ്? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡാൾട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതൊക്കെയാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റങ്ങളുടെ പുനഃക്രമീകരണം നടക്കുന്നു. ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.